ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കായിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. റാങ്കിംഗ് മത്സരങ്ങൾ ഉൾപ്പെടെ നിർത്തിവെക്കാനും കായിക മന്ത്രാലയം തീരുമാനിച്ചു. വിവരങ്ങളുമായി സരുൺ എ ജോസ് ഒപ്പം ചേരുന്നു. സരുൺ, ബ്രിജ്ഭൂഷൺ മാറി നിൽക്കുന്നു, കായിക മന്ത്രാലയം പിടിമുറുക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്നു, പിന്നീട് ഫെഡറേഷൻ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു, ഇപ്പോൾ പ്രവർത്തനം നിർത്തിവെക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഗുസ്തി ഫെഡറേഷൻ വിവാദത്തിൽ കേന്ദ്രത്തിന്റെ കർശന ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഫെഡറേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാനാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നടപടി കേന്ദ്രം നിയോഗിക്കുന്ന മേൽനോട്ട സമിതി ഔദ്യോഗികമായി ചുമതല ഏൽക്കുന്നത് വരെയാണ്. മേൽനോട്ട സമിതി ചുമതല ഏറ്റെടുത്താൽ ദൈനംദിന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ കായിക മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ റാങ്കിംഗ് മത്സരങ്ങളടക്കം നിർത്തിവെക്കാൻ ഇപ്പോൾ യു.പിയിലെ കോണ്ടയിൽ നിശ്ചയിച്ചിരിക്കുന്ന റാങ്കിംഗ് മത്സരങ്ങളടക്കം നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ എൻട്രി ഫീ തിരികെ നൽകാനും കായിക മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗുസ്തി ഫെഡറേഷന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കായിക താരങ്ങളുടെ ആരോപണത്തിൽ പരസ്യമായി പ്രതികരിച്ചതിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നാളെ നടക്കാനിരിക്കുന്ന ഫെഡറേഷൻ യോഗത്തിന് ഇനി പ്രസക്തി ഇല്ലാതായി. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ രാജി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഇനി തീരുമാനം അറിയേണ്ടത്. കൃഷ്ണരാജ്.